താമരശ്ശേരി ചുരത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. കല്ലും മണ്ണും നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക. മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി യാത്രക്കാരും ചരക്ക് വാഹനങ്ങളും മണിക്കൂറുകളായി വയനാട് ലക്കിടി കവാടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉച്ചയോടുകൂടി പാറയും മണ്ണും നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഗതാഗത തടസ്സം ഒഴിവായിട്ടില്ല. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്ക ഉണ്ടായിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? വിനീത, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്നുള്ള പാറയും മണ്ണുമെല്ലാം രാവിലെ മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ, പോലീസൊക്കെ എത്തി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 70 ലോഡിലധികം കല്ല് തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ചുരം വ്യൂ പോയിന്റിന് സമീപം അതായത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്നുള്ള പാറകൾ മാറ്റുന്നതിനിടെയാണ് ഈ മുകൾ ഭാഗത്തെ മണ്ണും കല്ലുമെല്ലാം വീണ്ടും ഇടിഞ്ഞ് റോഡിലേക്ക് വരുന്ന ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന നീർച്ചാലുകളിലൊക്കെ തന്നെ ശക്തമായ ഒഴുക്ക് കാണാം. ആ ഭാഗത്തൊക്കെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നു. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇടിഞ്ഞ ഭാഗത്തിന് സമീപത്തുള്ള പ്രദേശത്താണ് ഇന്ന് അല്പം മുൻപ് വീണ്ടും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ 3 തവണ ഈ ചെങ്കുത്തായ ഈ ഭാഗത്ത്, ചെരിവുള്ള ഭാഗത്ത് നിന്ന് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പോഴും ആ മേഖലയിൽ ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ നടക്കുകയാണ്. ഒപ്പം 2 JCB ഈ മേഖലയിലുണ്ട്. ഇവിടെ നിന്ന് ലോഡിൽ, അതായത് ഇവിടെ നിന്ന് വലിയ പാറക്കല്ലുകളൊക്കെ കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിച്ചതിന് ശേഷം ലോറിയിലേക്ക് മാറ്റി ലക്കിടിക്ക് അപ്പുറത്ത് വൈത്തിരിക്കടുത്തുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്തതിന് ശേഷം ലോറികൾ തിരികെ വരുന്ന പ്രക്രിയയാണ് രാവിലെ 7:30 മുതൽ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചത് ഉച്ചയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പണി വളരെ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ റോഡെല്ലാം തന്നെ മറ്റുള്ള ഈ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വന്ന് വൃത്തിയാക്കിയിരുന്നു. വീണ്ടും മണ്ണിടിഞ്ഞതിനെ തുടർന്ന് മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ ഫയർഫോഴ്സ് എത്തി ഇവിടെ വൃത്തിയാക്കും. അതോടൊപ്പം മുകൾ ഭാഗത്ത് കൂടുതൽ ഇടിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സുരക്ഷയും ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകരും ഒപ്പം ഫയർഫോഴ്സും മറ്റ് വിഭാഗങ്ങൾ എല്ലാവരും ഉള്ളത്. രാവിലെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ എത്തിയിരുന്നു. നമുക്ക് ആ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഹിറ്റാച്ചി മണ്ണ് മാന്തുന്ന ഈ ഭാഗത്തിന് തൊട്ട് മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നേരത്തെ ആ ഭാഗത്ത് നിന്ന് കുറച്ചധികം മണ്ണും പാറയും അല്പം മുൻപ് താഴോട്ടേക്ക് ഒഴുകി റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയുണ്ട്. ഒപ്പം ആ ഭാഗത്ത് ഇന്നലെ ഇടിഞ്ഞ ഭാഗത്തു നിന്നുള്ള പാറകൾ ആ ഭാഗത്ത് നിന്ന് തെന്നി നിരങ്ങി താഴോട്ടേക്ക് വരുന്നുണ്ട്. നേരത്തെ വലിയ പാറകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ ആ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതായത് ദീപക്, സുരക്ഷിതനായിരിക്കുക. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് അവിടെ എന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകാനാകുന്നില്ല. അതായത് പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുന്നില്ല എന്നതാണ് ഇതിൽ ആശങ്കയുണ്ടാക്കുന്നത്. കാരണം നിരവധി വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഉച്ചയോടെ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കും, ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നത്. പക്ഷെ അത് സാധ്യമാകില്ല ഇന്നും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് മാർഗങ്ങൾ, ബദൽ പാത സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, അല്ലേ? വിനീത, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം താമരശ്ശേരി ചുരം മാത്രമാണ്. അതായത് കൽപ്പറ്റ, ബത്തേരി ഭാഗത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ കോഴിക്കോട് ജില്ലയിലേക്കും ഒപ്പം ചികിത്സയ്ക്കും ആരോഗ്യ ചികിത്സയ്ക്കൊക്കെയായി മെഡിക്കൽ കോളേജിലേക്ക് ആശ്രയിക്കുന്ന നിരവധി ആളുകൾ. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചുരം ബദൽപാത, കള്ളാടി ആനക്കാമ്പയിൽ തുരങ്കപാതയ്ക്കായുള്ള നിർദ്ദിഷ്ട പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചിപ്പിലിത്തോട് റോഡുണ്ട്, അത് മാത്രമല്ല പൂഴിത്തോട് ബദൽ റോഡുണ്ട്. ഈ റോഡുകളൊക്കെ തന്നെ സർക്കാരിന് പരിഗണിച്ച് പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ ഈ വയനാട് താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക്, രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കഴിയും. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കൊക്കെ എളുപ്പത്തിൽ വയനാട് താമരശ്ശേരി ചുരം വഴി പോകാൻ കഴിയും. പക്ഷേ മിക്ക സമയങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നതിനെ തുടർന്ന് മണിക്കൂറുകളോളം ചുരത്തിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് മാറിയാലേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളുമായുള്ള ബന്ധം, അതായത് എളുപ്പത്തിൽ ആക്സസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അത് ഇന്നലെ മുതൽ ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ, അതായത് കർണാടകയിൽ നിന്നൊക്കെ ഓണവിപണിയെ ലക്ഷ്യമാക്കി പച്ചക്കറിയൊക്കെ കയറ്റിക്കൊണ്ടുവന്ന നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ചുരത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പലർക്കും ഭക്ഷണം പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ മേഖലയിലൊക്കെ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പല കടകളും തുറന്നിട്ടില്ല. കർണാടകയിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും, അതായത് ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്നൊക്കെ വന്ന നിരവധി യാത്രക്കാരും ഒപ്പം
ചരക്ക് വാഹനങ്ങളും ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ്. കാരണം രാവിലെ ജില്ലാ കളക്ടർ പറഞ്ഞത് 12 മണിയോടുകൂടി ഇവിടെയുള്ള തടസ്സം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അതോടൊപ്പം മണ്ണ് നീക്കുന്നതിനനുസരിച്ച് വീണ്ടും മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് താഴോട്ട് ഇടിഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് മുകൾ ഭാഗത്ത്, അതായത് ഇത് ലാറ്ററൈറ്റ് പോലുള്ള പാളികളായിട്ടുള്ള അടുക്കടുക്കായിട്ടുള്ള പാറയാണ്, കല്ലാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വയനാട് ചുരത്തിന്റെ ഈ വ്യൂ പോയിന്റിന് സമീപമുള്ള ഈ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയാണ്. ആ ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടായത്. ഇന്ന് വീണ്ടും മണ്ണ് അടിഭാഗത്തു നിന്ന് താഴ്ന്ന ഭാഗത്തു നിന്ന് മാറ്റുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്ത് ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഫയർഫോഴ്സ് ഈ ഭാഗത്തേക്ക് എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇനിതാ ആ നീർച്ചാലുകൾ ഈ റോഡിലേക്ക് ഒഴുകിയെത്തി. ഈ റോഡിലൊക്കെ ഇപ്പോൾ, അതായത് പ്രധാന റോഡിലൊക്കെ ഇപ്പോൾ ചെളി പരന്നൊഴുകുന്ന ഒരു ദൃശ്യമുണ്ട്. നേരത്തെ സിവിൽ ഡിഫൻസും അടിയന്തര സാഹചര്യങ്ങളിൽ, അതായത് ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ നേരത്തെ കടത്തിവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല. കൂടുതൽ വാഹനങ്ങളും ലക്കിടി കവാടത്തിന് അവിടെ പോലീസ് തടയുന്നു. ഒപ്പം താഴെ വയനാട് ചുരത്തിന് താഴെ അടിവാരം ഭാഗത്തും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടിനുള്ളിൽ എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വിനിത. ശരി, ഏതായാലും കല്ലും മണ്ണും മാറ്റാൻ ശ്രമം തുടരുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകുന്നത്. മണ്ണിടിയുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിരവധി വാഹനങ്ങൾ അവിടെ ലക്കിടി കവാടത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ദീപക് മോഹനാണ് താമരശ്ശേരി ചുരത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.